ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 2ാമത്തെ യൂണിറ്റാണ്, സംഖ്യകൾ കൂട്ടുകാർ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് ആവശ്യമായ 3ാം ക്ലാസ്സിലെ മറ്റു വീഡിയോസ് എല്ലാം സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടുന്നതാണ്. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സംഖ്യകൾ കൂട്ടുകാർ. നിങ്ങൾ ഏതുവരെയുള്ള സംഖ്യകൾ പഠിച്ചു? നിങ്ങൾക്ക് ഏതുവരെയുള്ള സംഖ്യകളൊക്കെ അറിയാം? 100 വരെ? അതോ 1000 വരെ? നമുക്ക് ഈ കളം ഒന്ന് നിറച്ചു നോക്കിയാലോ? കളം നിറയ്ക്കാം. ടോക്കൺ ഉപയോഗിച്ചുള്ള ഒരു കളിയാണിത്. 1 മുതൽ 100 വരെയുള്ള ടോക്കണുകൾ ഉപയോഗിച്ച് കളം നിറയ്ക്കാം. മിൻഹയും കൂട്ടുകാരും കളിച്ചത് നിങ്ങളും കളിക്കൂ. ടീച്ചർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ 1ാമത്തെ വരിയിൽ 1 മുതൽ 10 വരെ എഴുതിയിട്ടുണ്ട് അല്ലേ? നിരയായിട്ട് എഴുതിയിട്ടുണ്ട്. 1, 2, 3, 10. അടിയിലേക്ക് 1, 11, 21 അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ? പിന്നെ മഞ്ഞ നിറത്തിൽ കളർ കൊടുത്തിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് അല്ലേ? ആ ലൈനിന് പ്രത്യേകത ഉണ്ട്. നടുവിൽ വിലങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 1 മുതൽ 100 വരെയാണ് അതിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് കളം നിറച്ച് നോക്കാം. 1, 11, 21. അപ്പോൾ എത്ര ഇതാ കൂട്ടിയിരിക്കുന്നത്? 1ഉം 10ഉം 11, 11ഉം 10ഉം 21, 21ഉം 10ഉം 31, 31ഉം 10ഉം 41, 41ഉം 10ഉം 51, 61, 71, 81, 91. അത് പൂർത്തീകരിക്കുക. അതിനുശേഷം നമുക്ക് ഈ മഞ്ഞ നിറമുള്ള കള്ളി ഒന്ന് പൂർത്തീകരിച്ച് നോക്കിയാലോ? അപ്പോൾ എത്രയാണ് എഴുതേണ്ടി വരുന്നത്? 1 കഴിഞ്ഞാൽ അടുത്ത കള്ളിയിൽ നമ്മൾ എഴുതേണ്ടത് 12 ആണ്. 11 ആദ്യമുണ്ട്, അതിൻ്റെ അടുത്തതിൽ 12. 21 അടുത്ത കള്ളി 22, അതിൻ്റെ അടുത്ത കള്ളി മഞ്ഞയിൽ 23. അടുത്തത് നോക്കൂ, 31 ഇവിടെ ഉണ്ട്, 32, 33. അടുത്ത മഞ്ഞ കള്ളിയിൽ ഏത് വേണം? 34. അപ്പോൾ ഈ കള്ളികൾക്ക് തമ്മിലൊരു ബന്ധമുണ്ട് ഈ കണക്കിന്. 1 കഴിഞ്ഞാൽ 12, 12 കഴിഞ്ഞാൽ 23, 23 കഴിഞ്ഞാൽ 34. അപ്പോൾ നോക്കാം, 1 കഴിഞ്ഞാൽ 12 ആവാൻ വേണ്ടി അതിൽ കൂടെ 1ൽ 11 കൂട്ടിയപ്പോഴാണ് 12 ആയത്. 1നോട് 11 കൂട്ടിയപ്പോഴാണ് 12 ആയത്. 12നോട് 11 കൂട്ടിയപ്പോഴാണ് 23 ആയത്. 23നോട് 11 കൂട്ടിയപ്പോഴാണ് 34 ആയത്. അപ്പോൾ 11 വീതം കൂട്ടിയാണ് ഈ മഞ്ഞ കള്ളികൾ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ 34ൽ കൂടി 11 കൂട്ടുമ്പോൾ 45. കൂട്ടി നോക്കണം നിങ്ങൾ കേട്ടോ. 45ൽ കൂടി 11 കൂട്ടുമ്പോൾ 56, 56ൽ കൂടെ 11 കൂട്ടുമ്പോൾ 67, 67ൽ കൂടെ 11 കൂട്ടുമ്പോൾ 78, 78ൽ കൂടെ 11 കൂട്ടുമ്പോൾ 89. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം നോക്കാം. 65 എന്നെഴുതിയ ടോക്കൺ എവിടെ വെക്കും? നമ്മളിവിടെ 55 കാണാനുണ്ട് അല്ലേ? 55ൻ്റെ മുമ്പായിട്ട് തുടക്കത്തിൽ 51, 52 അടുത്ത കള്ളി, 53 അടുത്ത കള്ളി, 54, 55. 61 എന്നെഴുതിയ കള്ളി നോക്കാം. 61 അടുത്തേൽ 62, അടുത്തേൽ 63, 64, 65. 65 എവിടെ വെക്കണം എന്ന് മനസ്സിലായല്ലോ. അതേപോലെ മറ്റൊരു ചോദ്യം, 1 മുതൽ 100 വരെ എഴുതിയ ടോക്കണുകൾ യോജിച്ച കളങ്ങളിൽ വെക്കുക. മഞ്ഞ നിറമുള്ള കളങ്ങളിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ബന്ധം നമ്മൾ കണ്ടെത്തിയിട്ടാണ് ഇത് പൂരിപ്പിച്ചത് അല്ലേ? അതായത് ഓരോന്നിൽ കൂടെയും 11 കൂട്ടിയിട്ടാണ് നമുക്ക് ഇത് പൂരിപ്പിക്കാൻ കഴിഞ്ഞത്. ഇനി പാറ്റേണുകൾ മറ്റത് കണ്ടെത്തൂ എന്നുണ്ട്. മറ്റ് പാറ്റേണുകൾ, അതായത് 1, 11, 21, 31, 41, 51, 61, 71, 81, 91. ഇത് 10 വീതം കൂട്ടിയ പാറ്റേൺ ആണ്. മഞ്ഞ നിറമുള്ള കള്ളിയിൽ 11 വീതം കൂട്ടിയ പാറ്റേൺ ആണ്. അപ്പോൾ 1 മുതൽ 91 വരെയുള്ള ആ പാറ്റേണിന് നിങ്ങൾ മറ്റൊരു നിറം കൊടുക്കുക. അതുപോലെ ഇതിൽ എല്ലാം 10 വീതമുള്ള പാറ്റേണുകളാണ്. 2, 12, 22, 32 അങ്ങനെയാണ് 2ൻ്റെ താഴേക്ക് പോകേണ്ടത്. 3, 13, 23,
33 അങ്ങനെ താഴേക്ക്. അപ്പോൾ ഓരോ പാറ്റേണിനും വ്യത്യസ്ത നിറങ്ങൾ കൊടുത്തോളൂ. സ്കൂൾ സ്റ്റോറിൽ ഒരു വില വിവര പട്ടിക തന്നിട്ടുണ്ട്. അതിൽ ഇനം, വില: ക്രയോൺസ് 25 രൂപ, പേന 20 രൂപ, സ്കെച്ച് പാക്കറ്റ് 40 രൂപ, നോട്ട്ബുക്ക് 60 രൂപ, മാർക്കർ പാക്കറ്റ് 75 രൂപ, സ്കെയിൽ 5 രൂപ, ബ്രൗൺ പേപ്പർ 15 രൂപ. അപ്പോൾ മിൻഹ 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ഏതൊക്കെ സാധനങ്ങളാകാം വാങ്ങിയത്? 2 സംഖ്യകളോ 3 സംഖ്യകളോ എത്രയാണെന്ന് വെച്ചാൽ കൂട്ടി 100 ആക്കണം. ഇപ്പം ഞാൻ കണക്കാക്കിയത് എന്നുള്ളിടത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കാം. നോട്ട്ബുക്കിന് 60 രൂപ. 60 രൂപയിൽ കൂടെ പിന്നെ എത്ര രൂപ കൂട്ടിയാലാണ് 100 രൂപയാവാന്ന് നോക്കണം അല്ലേ? എങ്ങനെ നോക്കുക? 60 എന്ന് പറഞ്ഞാൽ 6 10 100 എന്ന് പറഞ്ഞാൽ 10 10. അപ്പോൾ 6 10 കൂടെ എത്ര 10 കൂട്ടിയാൽ 100 ആവും? 6 7 8 9 10. 4 10 കൂടി മനസ്സിലായില്ലേ? 7 8 9 10. 4 10 ചേർന്നാൽ 100 ആകും. അപ്പോൾ നമ്മൾ 40ൻ്റെ സ്കെച്ച് പാക്കറ്റ് കൂടി വാങ്ങണം. 60ഉം 40ഉം 100. ഇനി ചങ്ങാതി കണക്കാക്കിയത്, അവൻ ഇതല്ല കണക്കാക്കിയത്. അവൻ ആദ്യം വാങ്ങിയത് ഒരു മാർക്കർ പേനയുടെ പാക്കറ്റാണ്. അതിന് 75 രൂപയാണ്. പിന്നെ ഒരു സ്കെയിലും കൂടി വാങ്ങി. അപ്പോഴാണ് 75ഉം 5ഉം 80 രൂപയായി. 8 10 80 അല്ലേ? 80ൽ കൂടെ എത്ര കൂട്ടിയാലാണ് 100 ആവുക? 20 രൂപ. അപ്പോൾ നമ്മൾ 20 രൂപയുടെ പേന വാങ്ങിച്ചു. പേന 20 രൂപ. 75 കൂട്ടണം 5 കൂട്ടണം 20. അപ്പോൾ 100 രൂപയായി. വേറെയും രീതികൾ ഉണ്ടോ? വേറെയും ഉണ്ടാവും അല്ലേ? നമുക്കൊന്ന് നോക്കിയാലോ. സ്കെയിലും ബ്രൗൺ പേപ്പറും കൂടിയാൽ എത്രയായി? 5ഉം 15ഉം 20. പേന കൂടി വാങ്ങിയാലോ? 20 20ഉം 40. 40 ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ കൂടെ 60 കൂട്ടേണ്ടത്. 60 കൂട്ടുമ്പോൾ നോട്ട്ബുക്കും കൂടി വാങ്ങിക്കണം. മനസ്സിലായില്ലേ? സ്കെയില്, ബ്രൗൺ പേപ്പർ, പേന, നോട്ട്ബുക്ക് ഇത്രയും വാങ്ങിച്ചാലും 100 രൂപ ആവും. മനസ്സിലായില്ലേ? പെൻസിൽ കമ്പനി. മിൻഹയുടെ അച്ഛന് പെൻസിൽ കമ്പനി ഉണ്ട്. 10 പെൻസിലുകളാണ് ഒരു പാക്കറ്റിൽ നിറയ്ക്കുക. 10 പാക്കറ്റുകൾ ഒരു പെട്ടിയിൽ വെക്കും. അപ്പോൾ ഒരു പാക്കറ്റിൽ 10 ആക്കും. എന്നിട്ട് അതേപോലെയുള്ള 10 പാക്കറ്റുകൾ ഒരു പെട്ടിയിൽ വെക്കും. അതുപോലെയുള്ള കുറേ പെട്ടികൾ ഇവിടെ താഴെ കാണുന്നില്ലേ? അപ്പോൾ ഒരു പെട്ടിയിൽ എത്ര പെൻസിൽ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു പാക്കറ്റിലുള്ള പെൻസിലുകളുടെ എണ്ണം 10. ഒരു പെട്ടിയിലുള്ള പാക്കറ്റുകളുടെ എണ്ണം അതും 10. അപ്പോൾ ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം എത്രയാണ്? ഓരോ പാക്കറ്റിലും 10 10 10 10 പെൻസിലുകളുണ്ട്. 10 പാക്കറ്റ് ഉണ്ട്. അതായത് 10 10 എത്രയാണ്? 10 10 എഴുതി കൂട്ടി നോക്കാം. അല്ലെങ്കിൽ 10 10 10 10 100 അല്ലേ? 100. പെൻസിലുകൾ പെട്ടിയിലാക്കിയത് നോക്കൂ. പെൻസിലുകളുടെ എണ്ണം എഴുതി കളങ്ങൾ പൂർത്തിയാക്കൂ. ഒന്നാമതായിട്ടുള്ള അതിൽ ഒരു പെട്ടിയാണ്. ഒരു പെട്ടിയിൽ 10 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ 10 പാക്കറ്റുകളും കൂടിയിട്ട് ആകെ എണ്ണം 100. അപ്പോൾ 100 എന്ന് എഴുതാം. അടുത്തത് 2 പെട്ടി. 100 100 200. അടുത്തതിൽ നോക്കുക. 1 2 3 4 5 പെട്ടികളുണ്ട്. 5ലും 100 പെൻസിലുകളുണ്ട്. 5 100 500. അടുത്തത് നോക്കുക. 4 പെട്ടികളിൽ 100 100 വീതം ആകുമ്പോൾ 100 200 300 400 400 എന്നെഴുതുക. അടുത്ത പെട്ടി നോക്കുക. 6 ബോക്സാണ് ഇവിടെ ഉള്ളത്. ആ 6 ബോക്സിലും 100 വീതം പെൻസിലുകളുണ്ട്. അപ്പോൾ 100 200 300 400 500 600 600 എന്നെഴുതുക. അടുത്തതിൽ 3 ബോക്സാണ്. അതിൽ ഓരോന്നിലും 100 പെൻസിലുകളാണ്. അപ്പോൾ 100 200 300 300 പെൻസിലുകൾ. അടുത്തത് 1 2 3 4 5 6 7 8 ബോക്സാണ്. ആ 8 ബോക്സിലും കൂടിയിട്ട് 800 800. 1 2 3 4 5 6 7 ബോക്സാണ്. 7 ബോക്സിലും കൂടിയിട്ട് 700 700.
അടുത്തതിൽ ലാസ്റ്റിൽ 9 ബോക്സുകളുണ്ട്. 9 100 900. അപ്പോൾ 10 ബോക്സാണുള്ളതെങ്കിലോ ആ 900 കൂടെ ഒരു ബോക്സും കൂടി കൂട്ടുക, 100 കൂടി കൂട്ടുക. അപ്പോൾ 900 കൂട്ടണം 100 സമം എത്രയാണ്? 0 0 0 0 0 0 0 9 1 10. ഇതെത്രയാണ് വായിക്കുക? 1000. 900 കൂട്ടണം 100 സമം 1000. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.